നമ്മളൊരു മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മളെ നിലനിൽപ്പിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കണം. ഈ സമയത്താണ് വല്ലാതെ നല്ല നല്ല ബ്രൈറ്റായിട്ടുള്ള വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്നെപ്പോലെയുള്ള പുതിയ കുട്ടികൾ, അതായത് എന്നെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകളെ പുതിയ തലമുറയിലുള്ള ആൾക്കാരെ ചേർത്ത് വെച്ച് പുതിയ ഒരുപാട് വർക്കുകൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സിൽ കൂടി പിന്നെ നമുക്ക് മറ്റുള്ള അനദർ സ്റ്റേജ് ഷോ, ഗൾഫ് വിദേശ ഷോ ഇങ്ങനെയൊക്കെ കിട്ടി മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം ആകെ മാറി. അപ്പോൾ ഇപ്പോൾ മീഡിയ പറ്റി പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു നിങ്ങൾ പറഞ്ഞൊരു പോർഷൻ എടുത്തിട്ട് ഞാൻ ചോദിക്കുക. ചില ആളുകൾ ഇതേപോലെ ഒരുപാട് കമൻറ്റ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ കാലഘട്ടമാണുള്ളത്. ഇപ്പോൾ താജുക്കൊക്കെ എല്ലാ വിശേഷങ്ങളും ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ നിരന്തരം പങ്കുവെക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മീഡിയയിൽ നിന്നൊക്കെ ചില ആളുകൾ പിന്നെ വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കമൻറ്റ് ചെയ്യുന്ന ആളും അല്ലാതെ മൂന്നാമതൊരാൾ കണ്ടു കഴിഞ്ഞാൽ മൂന്നാമതൊരാൾക്ക് പ്രതികരിക്കാൻ തോന്നുന്ന രൂപത്തിലൊക്കെയുള്ള കമൻറ്റുകളൊക്കെ പല ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടുള്ള സ്പോട്ടിൽ മറുപടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ പിന്നെ ഫോളോ ചെയ്യുമോ? എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളോടുള്ളൊരു നിലപാട് എന്താണ്? എൻ്റെ ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ഇപ്പോഴും പലതും അറിയില്ല. ചില കമൻസൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫീൽഡിൽ ആളല്ലാത്തൊരാളുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന്. ആദ്യം ഞാൻ റിപ്ലൈ ഒക്കെ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അവരെ നമ്മൾ മൈൻഡ് ചെയ്യണം, നമ്മളെ ഒന്ന് അവരിലേക്ക് ശ്രദ്ധ കൊടുക്കണം. ഇപ്പോഴങ്ങനെ കമൻസ് ഒന്നും അങ്ങനെ ബാഡായിട്ടൊന്നും വരാറില്ല. ചില ആൾക്കാർ എന്തടേ നിനക്ക് വട്ടാണോ അല്ലെങ്കിൽ ഒന്ന് പോടേന്നൊക്കെയുള്ള കമൻസൊക്കെ അല്ലാതെ ജാടയില്ലെങ്കിൽ ഹായ് തരൂ, ജാടയില്ലെങ്കിൽ ഹായ് തരൂ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആദ്യം ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴേ ഞാൻ എന്ത് കമൻസ് അത്യാവശ്യം നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അവരെ ഞാൻ വിഷ് ചെയ്യും, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. നിങ്ങൾക്ക് എന്താ വേണമെങ്കിലും പറഞ്ഞു എഴുതിക്കോ, നോ പ്രോബ്ലം. പക്ഷേ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ നോക്കുന്നുണ്ടല്ലോ, എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിന് ഒരുപാട് താങ്ക്സ്.